നമുക്കൊന്ന് സൂം മീറ്റിംഗ് ജോയിൻ ആകുന്നതും പിന്നെ അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതും ഒന്ന് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ LeeTechy. അപ്പം നമുക്ക് നമ്മുടെ സൂം ആപ്ലിക്കേഷനിലേക്കൊന്ന് പോകാം. അപ്പം അവിടെ വാട്സാപ്പിൽ എനിക്ക് സൂമിൻ്റെ ഒരു ലിങ്ക് ഇൻവിറ്റേഷൻ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വേണം എനിക്ക് ആ ഒരു ലിങ്കിലൂടെ നമ്മുടെ സൂം ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ മൊബൈലിൽ സൂം ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് മസ്റ്റാണ്. അത് നമ്മുടെ ജിമെയിൽ ID ഉപയോഗിച്ചോ ഫേസ്ബുക്ക് ID ഉപയോഗിച്ചോ നമ്മൾ ഓൾറെഡി അതിൽ സൈൻ ഇൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈസിയായി അതിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോഴേക്കും ഡയറക്റ്റ് എൻ്റെ ഓൾറെഡി സൈൻ ഇൻ ആയിട്ടുള്ള ഇമെയിൽ അതിലുള്ള സൂമിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഓണർ, അതായത് ഹോസ്റ്റ്, ആ ഒരു മീറ്റിംഗ് ഓപ്പൺ ആവുന്നത് വരെ എനിക്കിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് വരരുത്, നമ്മൾ വെയിറ്റ് ചെയ്യുക. ഹോസ്റ്റ് ഓൺ ചെയ്യുന്നതോടുകൂടി ഇത് ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയിക്കോളും. അപ്പോൾ അവിടെ ഹോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. കാരണം ഇതൊരു എററല്ല, ആദ്യം അത് മനസ്സിലാക്കുക. ക്ഷമയോട് അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ കാണാതേക്കോ അതാ ഈ ഹോസ്റ്റ് അത് കണക്റ്റ് ആയി ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വൈഫൈ സെല്ലുലാർ ഡാറ്റ എന്ന് കണ്ടോ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അത് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു മീറ്റിങ്ങിൽ നടക്കുന്ന സൗണ്ടുകളൊന്നും പുറത്ത് കേൾക്കില്ല. കണ്ടില്ല, അതിൻ്റെ മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ആ മീറ്റിങ്ങിൽ സംഭവിക്കുന്നതെന്നുള്ള ശബ്ദം കേൾക്കൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മീറ്റിങ്ങിൽ നടക്കുന്ന വീഡിയോ മാത്രം കാണും, പക്ഷെ നമുക്ക് അവിടെ നടക്കുന്ന ഒരു കഥയും അറിയാൻ പറ്റില്ല. അങ്ങനെ സാധാരണ ഇത് എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. പിന്നെ നമ്മുടെ ക്യാമറ, തൊട്ടടുത്തൊരു ക്യാമറയുടെ ഇത് കാണുന്നുണ്ടല്ലോ, അത് നമ്മൾ അപ്പം തന്നെ നമ്മൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം, അത് മറക്കരുത്. നമ്മൾ ഈ വൈഫൈ സെല്ലുലാർ ക്ലിക്ക് ചെയ്ത അടുത്ത പരിപാടി നമുക്ക് ഈ മൈക്ക് മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് വീഡിയോ, അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാം, വേണ്ടെങ്കിൽ അത് വേണ്ടെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് പിന്നെ വരുന്നത് നെക്സ്റ്റ് നമുക്ക് കാണാം പാർട്ടിസിപ്പൻസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ആൾക്കാർ മീറ്റിങ്ങിൽ ജോയിൻ ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാം. അത് പ്ലസ് അവർ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടോ, അവർ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് അറിയാൻ പറ്റും. കാരണം പിന്നെ നമുക്ക് പറയാം ഈ മൈക്ക് ഓഫ് ആക്കൂ അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്യൂ, അതൊക്കെ നമുക്ക് ചാറ്റിലൂടെ പറയാം. അപ്പോൾ ചാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള ഒരു താഴെ പാർട്ടിസിപ്പൻസിൻ്റെ പേരിൻ്റെ മേലെ നമ്മൾ തൊട്ടാൽ അവരോട് മാത്രമായി നമുക്ക് ചാറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് എല്ലാവരോടും മീറ്റിങ്ങിലുള്ള എല്ലാവരോടും ചാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ പേരിൻ്റെ അടുത്ത് തന്നെ ഒരു ഡൗൺ ഏറോ കാണുന്നുണ്ടോ, അതെ, ആ ഡൗൺ ഏറോയുടെ മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഓപ്ഷൻ ചേഞ്ച് ചെയ്യാം. വേണമെങ്കിൽ എവ്രി വൺ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മളെ മീറ്റിങ്ങിൽ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല, ഞാനതൊരു ഡെമോ മാത്രമായതുകൊണ്ട് ഇതിൽ എൻ്റെ വേറെ ഒരു ഇമെയിൽ ID ഞാൻ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണിക്കാൻ വേറെ മെമ്പേഴ്സൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവരെ പേരിൻ്റെ മേലെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് മാത്രം മെസ്സേജ് പോകും. ഇനി അതല്ല, ഇവിടെ everyone കണ്ടല്ലോ, അതിപ്പോൾ സെൻഡ് ടു everyone ഓൾറെഡി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് സ്ക്രീനിലേക്ക് അവർക്കൊക്കെ പോകും. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത മെസ്സേജ് നമ്മളെ സ്ക്രീനിൽ കാണിക്കില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ സ്ക്രീനിൽ മറ്റുള്ളവരെ മെസ്സേജ് അയച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹായ് അടിക്കുന്നു, പക്ഷേ എൻ്റെ സ്ക്രീനിലൊന്നും കാണാനില്ല. പക്ഷേ ഹോസ്റ്റിൻ്റെ സൈഡിൽ നിന്ന്, അതായത് പാർട്ടിസിപ്പൻറ്റിൻ്റെ സൈഡിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ നമുക്ക് കാണാം, നമ്മുടെ സ്ക്രീനിൽ ഇവിടെ വിസിബിൾ ആവുന്നത് കാണാൻ പറ്റും. പിന്നെ അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്കിവിടെ ഒരു മോർ ബട്ടൺ കണ്ടില്ല, അങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാം. ഓക്കെ, ആ റൈറ്റ് കോർണറിൽ ഒരു മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തില്ല, അങ്ങനെ ഈ ഒരു ചാറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഹോസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചാറ്റ് വന്നപ്പോൾ എൻ്റെ സ്ക്രീനിലത് കാണിക്കാൻ തുടങ്ങി, കണ്ടില്ല, അവിടെ താഴെ എഴുതി അവരെ ചാറ്റ് വരുന്ന കണ്ടില്ല. അങ്ങനെ നമുക്ക് അവരുടെ ചാറ്റ് കാണാം. അത് അവർ ചാറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ സ്ക്രീനിൽ കാണാം, നമ്മളെ സ്ക്രീനിൽ അത് വിസിബിൾ ആവില്ല. പിന്നെ വേറെ നമുക്ക് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ മോർ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമോജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം മീറ്റിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ സിമ്പിൾ കാണിക്കണമെങ്കിൽ കാണിക്കാം, ചിലപ്പോൾ സ്റ്റോപ്പ് മീറ്റിംഗ്. പിന്നെ ഹോസ്റ്റ് മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് മെസ്സേജ് വരിക. ഹോസ്റ്റ് മീറ്റിംഗ് എൻഡ് ചെയ്താൽ വരുന്ന മെസ്സേജാണ് അവിടെ, അങ്ങനെയാണ് കാണുക. ഇനി അതല്ല, നമുക്ക് തന്നെ സ്വന്തമായും മീറ്റിംഗ് ലീവ് ചെയ്യാം.
പക്ഷേ പൊളൈറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഇങ്ങനെ ഒരു അർജൻസി ഉണ്ട്, ഞാൻ മീറ്റിംഗ് ലീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊളൈറ്റായിട്ട് ആ ഒരു ചാറ്റ് ചെയ്യുന്ന സംഭവം കാണിച്ചു തന്നല്ലോ, ആ രീതിയിൽ ചാറ്റ് ചെയ്തും കൊണ്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് ലീവ് ചെയ്യാം. പിന്നെ അപ്പോൾ ഇനി പിന്നെ ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വൈഫൈ സെല്ലുലാർ പ്രസ് ചെയ്യാതെ പെർമനൻ്റായിട്ട് സെറ്റിങ്സ്, ആ മീറ്റിങ്സിൽ നമ്മുടെ സൂം മീറ്റിങ്ങിൽ പോവുക, എന്നിട്ട് ആ മീറ്റിംഗ് സെറ്റ് ചെയ്ത് നമുക്ക് മേലെ കാണാം പിന്നെ ഓട്ടോ കണക്റ്റ് ഓഡിയോ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി നമ്മൾ സെറ്റിങ്ങിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ടില്ലേ സെല്ലുലാർ ഡാറ്റ കണ്ടില്ലേ, അത് നമ്മുടെ ആക്ടിവേറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന മീറ്റിങ്ങുകളിലൊന്നും പിന്നെ വീണ്ടും ആ വൈഫൈ സെല്ലുലാർ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി ആ ഓഡിയോ അങ്ങോട്ട് കണക്റ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ വരില്ല. നമ്മൾ റെഗുലറായി ഒരു സൂം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇതായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെ വേറെ സെറ്റിങ്ങൊന്നും അത്ര വലിയ ചെയ്യാനൊന്നുമില്ല. ഒരിക്കലും ആ ക്യാമറ ഓഫാക്കുകയോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യണ്ട. ഓക്കെ, മ്യൂട്ട് മൈ മൈക്രോഫോൺ അതൊന്നും ചെയ്യരുത്. അപ്പോൾ പിന്നെ അത് പെർമനൻ്റ്ലി അത് മീറ്റിങ്ങിൽ പിന്നെ അത് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ കൺട്രോൾ പോയി പോകും. അതുകൊണ്ട് ഈ മീറ്റിംഗ് സെറ്റിങ്സിൽ അനാവശ്യ സെറ്റിംഗ് ചെയ്യണ്ട, ഇതൊന്നും ചെയ്യണ്ട. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, അതൊന്നും ആക്റ്റീവായി ചെയ്യണ്ട. ഇതിലിപ്പോൾ കാണുന്ന എന്തൊക്കെയാണ് ഉള്ളത് അത് മാത്രമായിരിക്കണം. വൈഫൈ സെല്ലുലാർ ചെയ്ത് വെച്ചോ, നിങ്ങളൊരു റെഗുലറായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ വൈഫൈ സെല്ലുലാർ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ അപ്പം പോയി വൈഫൈ അത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി അവിടെ പിന്നെ നമ്മൾ മ്യൂട്ട് ചെയ്താൽ മതി, പിന്നെ ഓഡിയോ മ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വൈഫൈ സെല്ലുലാർ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സെഷനാണിത്. പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതെ, അത് ഞാൻ ഒന്നും കൂടെ കാണിക്കാണ് അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അത് ഞാൻ ആ വൈഫൈ സെല്ലുലാർ ഇത് ചെയ്തിട്ടുണ്ടല്ലോ, ആക്ടിവേറ്റ് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണുമെന്നുള്ളത് നോക്കിക്കോ. ഞാൻ മീറ്റിങ്ങിൽ വീണ്ടും എൻട്രി ചെയ്ത് കണ്ടല്ലോ, അവിടെ ഇപ്പോൾ കാണാം, കണ്ടില്ല. ഇപ്പോൾ ഈ വൈഫൈ സെല്ലുലാർ വന്നില്ലല്ലോ. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യുക, ആ മൈക്ക് അങ്ങോട്ട് മ്യൂട്ട് ചെയ്യുക, ഈ പണിയേ ഉള്ളൂ. പിന്നെ ക്യാമറ ആസ് യൂഷ്വൽ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, വേണ്ടെങ്കിൽ വേണ്ട, അത്രയും അവിടെ കാണാനും അത്രയും അവിടെ പ്രത്യേകത ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ എപ്പോഴും നമ്മൾ മീറ്റിംഗ് റെഗുലറായി ചെയ്യുകയാണെങ്കിൽ പിന്നെ മീറ്റിംഗ് നമുക്ക് ലീവ് ചെയ്യാം. പൊളൈറ്റ്ലി നമ്മൾ പറയുക, നമ്മൾ മീറ്റിംഗ് ലീവ് ചെയ്യാണ്, നമുക്ക് പിന്നെ എന്തൊക്കെ പ്രശ്നമുണ്ട്, അപ്പോൾ അത് ടൈപ്പ് ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്ത് നമുക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഒരു ബേസിക്കായിട്ടൊരു സൂം മീറ്റിംഗ് നമ്മൾ പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീസൻസി കീപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.